തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ചിത്രം ഉപയോഗിച്ചുള്ള വ്യാജ വാട്സ്ആപ്പ് ഐഡിയിൽ നിന്ന് സന്ദേശം അയച്ച് പണം തട്ടിയതായി പരാതി. ഇടുക്കി കട്ടപ്പനയിലാണ് അസം സ്വദേശികളായ കുടുംബം തട്ടിപ്പിനിരയായത്. വിവിധ ആവശ്യങ്ങൾ പറഞ്ഞ 6 തവണകളിലായി 22,000 രൂപയോളം തട്ടിയെടുത്തെന്നാണ് പരാതി. बेटा देखो, इधर से बैंक वाले टॉर्चर कर रहे हैं, परेशान कर रहे हैं, उधर से सीबीआई वाले परेशान कर रहे हैं, टॉर्चर कर रहे हैं, आप वो की बात नहीं कर रही हो. കഴിഞ്ഞ 3-ാം തീയതിയാണ് സംഭവം. ആസാം സ്വദേശി പ്രദീപ് കണ്ടലോണിയുടെ മകനും ഭാര്യയും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിനിടെ തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ചിത്രമുള്ള വ്യാജ ഐഡിയിൽ നിന്നും ഹിന്ദിയിൽ വാട്സപ്പ് സന്ദേശം എത്തുകയായിരുന്നു. പണത്തിന് ആവശ്യമുണ്ടെങ്കിൽ സഹായിക്കാമെന്നായിരുന്നു സന്ദേശം. ഇത് വിശ്വസിച്ച ഇവർ വീട് നിർമ്മിക്കുന്നതിനായി 10 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. തുടർന്ന് 10 ലക്ഷം രൂപ അനുവദിച്ചെന്നും പണം ലഭിക്കണമെങ്കിൽ ആദ്യം 6,000 രൂപ നൽകണമെന്നും സന്ദേശമെത്തി. പ്രദീപിനെ അറിയിക്കാതെ മകനും ഭാര്യയും ചേർന്ന് പണം നൽകുകയായിരുന്നു. പിന്നീട് വിവിധ ആവശ്യങ്ങൾ പറഞ്ഞ് 6 തവണകളിലായി 22,000 രൂപയോളം തട്ടിയെടുത്തെന്നാണ് പരാതി. തട്ടിപ്പ് മനസ്സിലായതോടെ പിന്നീട് വന്ന സന്ദേശങ്ങൾക്ക് ഇവർ മറുപടി നൽകിയില്ല. എന്നാൽ ഫോൺ മുഖേന ഭീഷണിപ്പെടുത്തുന്നതായും വീണ്ടും പണം ആവശ്യപ്പെടുന്നതായും പ്രദീപ് പറയുന്നു. സംഭവത്തിൽ പ്രദീപ് കട്ടപ്പന പോലീസിൽ പരാതി നൽകി. വ്യാജ ഐഡിയും ഫോൺ നമ്പറും കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയാണ് പോലീസ്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.